അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നാം സംസാരിക്കുന്ന ഇൽമ് അള്ളാഹു ഹൈറാക്കി നൽകട്ടെ. അത് കേൾക്കുന്ന നിങ്ങൾക്കും അതിൻ്റെ ഗുണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ഓരോ വിഷയങ്ങളും പറഞ്ഞു പോകുന്നത്. സൂഫിസത്തെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. ഞാനൊരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു പണ്ഡിത കുടുംബത്തിൽ ജനിച്ചവനോ ഒന്നുമല്ല. ഒത്തുപള്ളിയിൽ 2ാം ക്ലാസ് വരെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഖുർആൻ ഭംഗിയായി ഓതി വലിയ ശീലമൊന്നുമില്ല. അതുപോലെ വിദ്യാഭ്യാസം നോക്കിയാൽ 8ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. കുടുംബ സാഹചര്യം അങ്ങനെ ആയിരുന്നു. ഭൗതികമായ ഒരുപാട് മോഹങ്ങളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാതെയാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങൾ വളർന്നു വന്നപ്പോൾ ഞങ്ങളുടെ മുന്നിൽ എല്ലാ ഭാഗവും ഒരു ശൂന്യതയായിരുന്നു. എങ്ങനെയെങ്കിലും ജീവിതം ധന്യമാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി 8ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞ് ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ഓരോ ജോലി ചെയ്യുമ്പോഴും ആ ജോലി സ്ഥലത്ത് 2 മാസമോ 3 മാസമൊക്കെ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് മറ്റൊരു പ്രശ്നം കൊണ്ടൊന്നുമല്ല. ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പിതാവ് വന്ന് ഓരോ വിഷയങ്ങളുണ്ടാക്കും. അങ്ങനെ ആ ജോലി അവിടുന്ന് പോകും. ഒരുപാട് വേദനകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് കുട്ടിക്കാലം മുതലേ തന്നെ അധ്വാനത്തിൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ട് ഭൗതിക താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു നല്ല ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹിച്ച മാതാവിനെ, ഒരു തെറ്റിലേക്കും പോകാതെ വളർത്തിയ മാതാവിനെ നല്ലൊരു വീട്ടിൽ ഇരുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് യാത്രകൾ, എങ്കിലും ആ യാത്രകളൊക്കെ കേരളം വിട്ടെങ്ങും പോയിട്ടില്ല. ഇന്നും പാസ്പോർട്ട് എടുക്കാത്ത ഒരാളാണ് ഞാൻ. കേരളം എന്ന് പറയുന്ന ആ ചെറിയ വട്ടത്തിൽ കിടന്ന് കറങ്ങുകയായിരുന്നു. ഭൗതിക താല്പര്യങ്ങൾ, ആ ഓരോ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് പല മേഖലകളിലും വർക്ക് ചെയ്തു. ഓട്ടോറിക്ഷ മെക്കാനിക്കായും അതുപോലെ തന്നെ തുണിക്കടയിൽ സെയിൽസ്മാനായും പച്ചക്കറി കച്ചവടവും അങ്ങനെ പല ജോലികളും ചെയ്തു. പക്ഷേ എന്തോ അറിയില്ല, എവിടെയും ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് വരാൻ കഴിയാതെ പോയത്. പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ടാണ് എല്ലാവരെ പോലെയും എനിക്കൊന്നും ഉയരാൻ കഴിയാത്തത്. അങ്ങനെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങളുടെ മഹലിലേക്ക് വരുന്ന ഖത്തീബ്. ആ ഖത്തീബുമായിട്ടുള്ള ബന്ധമാണ് സൂഫികളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും അത്തരം സൂഫികളെയൊക്കെ കാണാനും അവരോടൊപ്പം സഹവസിക്കാനും അവരിൽ നിന്ന് കിട്ടിയ ഇൽമുകൾ മനസ്സിൽ കൊണ്ടു നടക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള പരിശ്രമങ്ങളും ഒക്കെ ആയിക്കൊണ്ട് കടന്നു പോന്ന ആ ഒരു കാലത്ത് ഈ ലോകത്ത് ഹയാത്തിലിരുന്ന കുറച്ചാളുകളുണ്ട്.
അതിലൊന്നാണ് മഹാനായ സി എം വലിയുല്ലാഹി അസീസ് അവർ. അതുപോലെ തന്നെ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വലിയുല്ലാഹി അസീസ്. അതുപോലെ തന്നെ ഇടയത്തോട് സിറാജുദ്ദീൻ തങ്ങൾ മഹാനവറുകളുടെ അരികിലും ഈ മൂന്ന് പേരുമായിട്ടുള്ള ബന്ധം, അതിനിടയിൽ ഒരു തവണ കണ്ട ഷേഖ് മുസ്ലിയാർ മഹാനവറുകളും അതുപോലെ തന്നെ എൻ്റെ 7 വയസ്സുള്ളപ്പോൾ കണ്ട വെളിയത്തിനാട് പാപ്പയും ഞാൻ ഹയാത്തിൽ കണ്ട സൂഫി വര്യന്മാർ ഇവരൊക്കെയാണ്. അങ്ങനെ അവരിൽ നിന്നറിഞ്ഞ അറിവുകളും അവരുടെ ജീവിതത്തിൽ കണ്ട കാഴ്ചകളും ഒക്കെയാണ് ഈ ഉള്ളവൻ്റെ ജീവിതത്തിൽ ആകെയുള്ളൊരു മുതൽക്കൂട്ടെന്ന് പറയുന്നത്. ആത്മീയ മേഖലയെക്കുറിച്ച് വിശദമായി പറയാനോ അല്ലെങ്കിൽ ആത്മീയ മേഖലയിലേക്ക് ആളുകളെ ക്ഷണിക്കാനോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇതെല്ലാം ഉണ്ടായപ്പോഴും ജീവിക്കാനൊരു വഴി തേടുന്നവനായിരുന്നു ഞാൻ. കച്ചവടങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടത്തി, കടകൾ നടത്തി, അങ്ങനെ പലതും ചെയ്തു. അങ്ങനെ പലതും ചെയ്തിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ അറിയാതെ ഈ ആത്മീയ ചിന്ത ഉടലെടുക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട അത്രയും അടുത്ത ആളുകളോട്, അതിനെ മനസ്സിലാക്കുന്നവരോട് ആത്മീയ വിഷയങ്ങൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ആണ് കടന്നു പോകുന്നത്. കുറേ കാലമായിട്ട് അത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ മനസ്സിൽ ഒരു വല്ലാത്ത അസ്വസ്ഥതയോടുകൂടി ഓരോ ദിനങ്ങളും തള്ളി നീക്കുകയായിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള പല തരം വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ, അതും സ്നേഹിച്ചവരിൽ നിന്ന് തന്നെ വേദനകൾ ഉണ്ടായപ്പോൾ, ഓരോ ആളുകളും നമ്മളെ കാണാൻ വരുന്നതും സ്നേഹിക്കുന്നതുമൊക്കെ അവരവരുടേതായ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. കാരണം ഭൗതിക താല്പര്യമായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിൽ അത്തരം മഹാന്മാരെ കണ്ടുകൊണ്ട് ഞാനും രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലാഹുവിനോടുള്ള പ്രണയം, ആ പ്രണയം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വളരെയധികം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പരിശ്രമങ്ങൾ നടത്തി വരുമ്പോഴും തോറ്റുപോവുകയാണ്. എങ്കിലും പിന്നെയും പിടിച്ചു വലിച്ചു കയറും, പിന്നെയും തോൽക്കും. അങ്ങനെ ഒരുപാട് തവണ തോറ്റും ജയിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തോന്നിയ ഒരു തോന്നലാണ്, ജനങ്ങളോട് അല്ലെങ്കിൽ മനസ്സിലാക്കിയവരോട് നമുക്ക് ഇറങ്ങിച്ചെന്നൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അത്തരം ആളുകളോട്, ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരോട് ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചാൽ ഒരുപക്ഷെ അവസാനം പരിഹാസം കേൾക്കേണ്ടി വരും. അത്തരം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് ഈ വഴി അറിയില്ല. ഭൂരിഭാഗം ആളുകളും ഇത്തരം മശായിഖന്മാരെ കണ്ടിട്ടുമില്ല, അവരുടെ ജീവിത രീതി കണ്ടിട്ടില്ല, അവരുടെ അരികിലിരുന്ന് അവരുടെ സംസാരം കേട്ടിട്ടില്ല. അത്തരം ആളുകളാണ് എപ്പോഴും കുറ്റം പറയുന്നത്. എങ്കിൽ അവരുടെ മക്ബറകളൊക്കെ സിയാറത്ത് ചെയ്യുകയും അവിടെ പോയി വളരെയധികം വിനയത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാം. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ വിനയത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവിടെ പോയിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും നിൽക്കില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതെന്താണ്? അതെ, അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ,
ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ സൂഫിസത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റു വസ്തുക്കളുമായുള്ള ബന്ധമെല്ലാം നിന്നിൽ നിന്ന് കളഞ്ഞുകൊണ്ട് അള്ളാഹുവുമായിട്ട് മാത്രം നിനക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുന്നതാണ് സൂഫിസം എന്ന് പറയുന്നത്. ആർക്ക് കഴിയും? നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് ബന്ധങ്ങൾ കിടപ്പുണ്ട്. ഉമ്മ, ബാപ്പ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മൾ സമൂഹവുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിൽ പോകുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ആത്മീയമായ വഴിയിലേക്ക് കടന്നാൽ, എല്ലാത്തിൽ നിന്നും അകന്നകന്ന് അള്ളാഹുവിനോടുള്ള പ്രണയം മാത്രമായി മാറിയാൽ ഈ ജനങ്ങൾ നമ്മളെ ഭ്രാന്തൻ എന്ന് വിളിക്കും. അത്തരം ഭ്രാന്തൻ എന്ന് വിളികേട്ടവരാണ് ഒട്ടുമിക്ക സൂഫികളും. ഇന്ന് അവരുടെ ദർഗകളിലൊക്കെ ഇരുന്ന് സലാത്തും ദിക്റുകളും അതുപോലെ തന്നെ അവരുടെ ഉറൂസുകളുമൊക്കെ നടത്തുന്ന ആളുകളൊക്കെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ അരികിലുണ്ടായിരുന്നെങ്കിൽ അവരെ ഭ്രാന്തൻ എന്ന് വിളിച്ചു പോകുമായിരുന്നു. 100-ൽ 10% ആൾക്കാർ മാത്രമേ അവരുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിലകൊണ്ടിട്ടുള്ളൂ. മഹാനായ സി.എം. വലിയുല്ലാഹി അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് അവിടെ എത്രയോ ആളുകൾ വരുന്നു. എങ്കിൽ അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, സൂഫിസം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മുടെ ആത്മാവും ശരീരവും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ്. അതാണ് യുദ്ധം. അല്ലാതെ ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും പോയി യുദ്ധം വെട്ടലല്ല ഈ വഴിയുടെ ജോലി. അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഇച്ഛകളോട് യുദ്ധം ചെയ്യലാണ്, തൻ്റെ നഫ്സിനോടുള്ള യുദ്ധമാണ് ഏതൊരു വ്യക്തിയും, അതായത് സൂഫിസത്തിൽ കടക്കുന്ന ഏതൊരു വ്യക്തിയും ആ ഒരു ജോലിയിലാണ്. അവർക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ സമയമില്ല. തൻ്റെ അരികിൽ ആരെങ്കിലും വന്നാൽ അവരോട് ചോദിക്കും, എന്താ നിനക്ക് വേണ്ടത്? ഭൂരിഭാഗം ആളുകൾ പറയുന്നത്, ഞങ്ങൾക്ക് ആഖിറം വേണം. എല്ലാവരും പറയും ആഖിറം വേണം. പക്ഷെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാൻ ആരും തയ്യാറുമല്ല. ദുആ ചെയ്തത് കൊണ്ടോ, ഞാൻ കഷ്ടപ്പെട്ടാലാണ് എനിക്ക് കിട്ടുള്ളൂ, നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, നിങ്ങൾക്ക് എടുത്തു തരാൻ എനിക്ക് കഴിയില്ല, പറഞ്ഞു തരാനേ കഴിയുള്ളൂ. പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്, ആ പ്രവൃത്തി ഭംഗിയാക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ പോലും ഇത്രയും വർഷം ഈ ഒരു പ്രയത്നം തുടങ്ങിയിട്ട് തോറ്റുപോകുകയല്ലാതെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും പരിശ്രമിക്കുകയാണ്. ഈ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് പോലും ഇത്രയും ആളുകൾ കേൾക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ചിലർ മനസ്സിലാക്കാതെ കമൻറ്റുകൾ തരുന്നതും മനസ്സിലാക്കിയ ആളുകൾ അതിന് നന്ദി പ്രകടനം നടത്തുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിൽ സന്തോഷം തോന്നാറുണ്ട്. ഞാൻ എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. ഞാൻ എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. പറഞ്ഞ് എൻ്റെ വാക്കുകളും അതുപോലെ തന്നെ എൻ്റെ പ്രവൃത്തിയും എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ആഗ്രഹങ്ങളും എന്നിൽ ഉടലെടുക്കുന്ന എല്ലാവിധ വിചാര ചിന്തകളൊക്കെ എന്നിൽ നിന്ന് മെല്ലെ മെല്ലെ പറിച്ചു കളയാൻ നമ്മളൊരു വീടിൻ്റെ മുറ്റം, ആ മുറ്റത്ത് നമ്മൾ പുല്ലുകളെല്ലാം പറിച്ചു കളഞ്ഞാൽ, വൃത്തിയാക്കി അടിച്ചു വാരിയിട്ടാൽ വീണ്ടും പുല്ല് മുളച്ചു വരും. പിന്നെയും പറിക്കും, പിന്നെയും മുളക്കും, പിന്നെയും പറിക്കും.
അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കാതെ പോയാൽ ആ പുല്ല് പന്തലിച്ച് കാടുപോലെയാകും. പിന്നെ പണിയെടുക്കാൻ അത് കളയാൻ വലിയ പാടായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മീയമായ വഴിയിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. ശരീഅത്തിന്റെ വഴിയിൽ നമുക്ക് സഞ്ചരിക്കാം. അവിടെ പള്ളിയും നിസ്കാരവും അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജീവിത വിഷയങ്ങളാണ്. പക്ഷെ ഈ വിഷയം അങ്ങനെയല്ല. ഇത് ഇത്തിരി വിഷമം പിടിച്ചൊരു പണിയാണ്. ആ വിഷമം പിടിച്ച പണി ചെയ്യാൻ വലിയ പാടുമാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ വചനത്തിലേക്ക് ആരെങ്കിലും ശ്രദ്ധ കൊടുത്താൽ, അതിൽ വിശിഷ്ടമായതിനെ നിങ്ങൾ സ്വീകരിച്ചാൽ അനുമോദനം അറിയിക്കുക. അള്ളാഹുവിൻ്റെ മാർഗദർശനം സിദ്ധിച്ചവർ അവർ തന്നെയാണ് ബുദ്ധിജീവികൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനത്തിലേക്ക് ചെവി കൊടുക്കുകയും അതിൽ വിശിഷ്ടമായതിനെ അനുഗമിക്കുകയും, അപ്പോൾ എല്ലാമല്ല, ചിലത്, ആ ചിലതിനെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കും. കാരണം ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ യാസീൻ ഓതുന്നത് കാണാം. നിസ്കാരത്തിലാണെങ്കിൽ ഫാത്തിഹ സൂറത്തുകൾ. അതുപോലെ ഏറ്റവും അധികം പല ചടങ്ങുകളിൽ പങ്കെടുത്തപ്പോഴും അൽ ഫാത്തിഹ, പിന്നെ യാസീൻ ഓതുന്നു, പിന്നെ ദുആ ചെയ്യുന്നു. അപ്പോൾ ഭൂരിഭാഗവും ഞാൻ നോക്കുമ്പോഴും യാസീനും ഫാത്തിഹയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ളൊരു പഠനമാണ് നടത്തിയത്. ഫാത്തിഹ സൂറത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, നമ്മൾ അള്ളാഹുവിനോട് തേടുകയാണ്, ഓരോ നിമിഷവും തേടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഫാത്തിഹ ഓതുമ്പോഴും അവനോട് ചോദിക്കുകയാണ്, എന്നെ നേരായ വഴിയിലാക്കി തരാൻ. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നേരായ വഴിയിലാക്കി തരാൻ. നമ്മളിങ്ങനെ പോകും, നമ്മളെ ഒരു പാമ്പും കോണിയും കളിക്കുന്നത് പോലെ കയറി വരും പാമ്പ് വീഴും, കയറി വരും പാമ്പ് വീഴും. എങ്ങനെയെങ്കിലും ആ 100ലേക്ക് എത്താനുള്ള ഒരു പരിശ്രമം പോലെ തളരാതെ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം. അങ്ങനെ പ്രയത്നിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ പാടാണ്, ആർക്കും പറ്റുന്ന കാര്യമല്ല. ഒരിക്കൽ പല ആളുകളും നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. പല വ്യക്തികളുടെയും പല വിഷയങ്ങളുടെ രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ, അവരവരുടെ സങ്കടങ്ങൾ, അവരവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. ഒരു ബാങ്ക് ലോക്കറിൽ മറ്റുള്ളവരുടെ വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ വ്യക്തികളുടെയും പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ലോക്കറിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഒരിക്കൽ എൻ്റെ കൂടെയുള്ള വ്യക്തിയോട് ഞാൻ ചോദിച്ചു, സൂഫിസത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ വളരെ ചെറിയൊരു കാര്യം, എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം, അത് നിന്റെ മനസ്സിൽ സൂക്ഷിക്കുക. ഒരു മനുഷ്യനോടും പറയാതെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും. അത് മറ്റുള്ളവരോട് പറയാനുള്ള വെമ്പൽ നിന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അറിയാതെ നീ പറഞ്ഞു പോവുകയും ചെയ്യും. അപ്പം നിനക്ക് അത് സൂക്ഷിക്കാൻ പറ്റുമോ, പറയാതിരിക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞു, എന്നെക്കൊണ്ട് സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം സൂക്ഷിക്കാൻ നിനക്ക് കഴിയുന്നില്ല, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇതാണ് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളോടൊരു പ്രയാസം പറയുമ്പോൾ, അത് നമ്മൾ പരിഹാരത്തിന് വഴി തേടുമ്പോൾ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു രഹസ്യം മറ്റുള്ളവരോട് പറയുന്നത്, അത് ഉദാഹരണമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്.
വ്യക്തികളുടെ പേരോ കാര്യമോ ഒന്നും തന്നെ പറയാറില്ല. ഏതോ ഒരു നാട്ടിൽ നടന്ന കാര്യമായിട്ടങ്ങ് വിശദീകരിക്കും. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് പോയി. സംസാരിക്കുന്ന എന്നെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ട്. പലരും പല രീതിയിൽ. ഇപ്പോൾ ഞാൻ ഇൽമിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ചില ആൾക്കാർ ഉസ്താദ് എന്ന് പറഞ്ഞിടുന്നുണ്ട്. ഞാൻ ഉസ്താദൊന്നും ആയിട്ടില്ല. എങ്കിലും സന്തോഷത്തോടു കൂടി അത് കേൾക്കും. കാരണം ഒരു ഉസ്താദാകണമെങ്കിൽ എന്തൊരു പാടാണ്. എവിടെയൊക്കെ പോയി പഠിക്കണം. അപ്പം എങ്ങും പഠിക്കാതെ ആ ഒരു വിളി കേട്ടു. അപ്പം അങ്ങനെ മരുന്നുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വൈദ്യരായിരിക്കും. അപ്പോൾ അതൊക്കെ ആളുകൾ തരുന്ന പേരുകൾ. ഞാനിട്ട പേരല്ല, എനിക്കൊരു പേരേ ഉള്ളൂ, അത് ഷാജി എന്ന്. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഒഴിവാക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും നമ്മളുടെ മുമ്പിൽ വരുന്നവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാനും നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും ആ ഒരു സൗഹൃദ വലയം അടൂർ ഷേഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ ആ ഒരു സൗഹൃദ വലയത്തിലുണ്ട്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിഷമങ്ങൾ വരുമ്പോൾ പരസ്പരം കൈകോർത്തുകൊണ്ടാണ് ആ പ്രശ്നങ്ങളെ നേരിടുന്നത്. പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരവരുടെ കുടുംബത്തിലുണ്ടാകുന്ന വിഷമങ്ങൾ, ആ വിഷമങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം, ആ കൂട്ടായ്മയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇവിടെ വന്നത് എല്ലാവരുമായിട്ടുള്ള ആ സ്നേഹബന്ധം നിലനിർത്തുകയും സാഹോദര്യം നിലനിർത്തുകയും അവർ ആരുടെയും വസ്തുക്കൾ ഉടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്താനോ മറ്റ് ജാതിക്കാരെ പരിഹസിക്കാനോ ഒന്നും പോയിട്ടില്ല. എല്ലാവരെയും അവർ സ്വീകരിച്ചിട്ടുള്ളൂ. ആര് വന്നാലും സന്തോഷം, അൽഹംദുലില്ലാഹ്. അങ്ങനെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ വലിയുള്ളാൻ്റെ ഹയാത്തിലിരിക്കുമ്പോൾ എത്രയോ ഹൈന്ദവരായ ആളുകൾ അവിടെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കാമുകളും ഇന്ന് നിലവിലുള്ള ദർഗകൾ തന്നെ പരിശോധിച്ചു നോക്കും. നാനാജാതിയിലുള്ള ആളുകളൊക്കെ അവിടെ വന്ന് പോകുന്നുണ്ട്. അവിടെ ആരോടും വരണ്ടാന്നോ കയറണ്ടാന്നോ. ഈ ലോകത്ത് എത്രയോ കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അതിൽ കുറച്ച് ഭാഗം തീവ്രമായി ചിന്തിക്കുന്നവരുണ്ട്. അവർ ഇസ്ലാമിൽപ്പെട്ടവരല്ല. ഇസ്ലാമിൽ തീവ്രവാദമില്ല. തീവ്രവാദം ഉണ്ടാക്കുന്നത് ആരാണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അവർക്ക് ഏതോ ലക്ഷ്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ മനസ്സ് കാരുണ്യമാക്കി മാറ്റാനുള്ള പരിശ്രമം. നമ്മുടെ മനസ്സിനെ കാരുണ്യമാക്കും. ആ കാരുണ്യം നമ്മുടെ മുമ്പിൽ വരുന്ന സഹജീവികളോട് കരുണയോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി അവരെ നല്ലത് പറഞ്ഞ് നയിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന ഒരു ജോലി നമുക്ക് പറഞ്ഞിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത രൂപത്തിൽ ഓരോ വ്യക്തികളെയും മാറ്റിയെടുക്കാൻ ഒരുപാട് പരിശ്രമിച്ചു. എങ്കിലും അബദ്ധത്തിലൊക്കെ ചിലർക്ക് തെറ്റുകൾ പറ്റും. എങ്കിലും അവർ അത് സൂക്ഷിക്കാനും, ഒരു ഉറുമ്പ് കയ്യിൽ വന്ന് കയറിയാൽ നമ്മൾ വേഗം നമ്മുടെ കൈകൊണ്ട് അതിനെ തട്ടും. നമ്മുടെ ശരീരത്തിൽ കയറിയപ്പോൾ നമ്മൾ കൈകൊണ്ട് തട്ടും. വളരെ നിസ്സാരമായ ഒരു ജീവിയാണ് ഉറുമ്പ്. നമ്മൾ എല്ലാ കഴിവുള്ളവനാണ് മനുഷ്യൻ. നമ്മുടെ കയ്യിലേക്ക് ഒരു ഉറുമ്പ് കയറിയപ്പോൾ ഒരു തട്ടാണ്, അതിൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു കാണും. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാനത് പഠിപ്പിച്ചു. അങ്ങനെ ഒരു ഉറുമ്പ് വന്നാൽ അതിനെ മെല്ലെ എടുത്ത് താഴെ ഇറക്കി കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് കരുണയില്ലേ?
നമ്മുടെ കുഞ്ഞിനെ നമ്മൾ എത്ര വാത്സല്യത്തോടു കൂടിയാണ് എടുക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതിനോടെല്ലാം നമ്മൾ നീതി പുലർത്തണം, കരുണ കാണിക്കണം. നമ്മൾ കരുണ കാണിക്കുമ്പോൾ അവയും നമ്മളോട് കരുണ കാണിക്കും എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരിക്കൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് പോയി. ദൂരേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലിങ്ങനെ ഇരുന്ന് മനസ്സൊന്ന് മുഷിഞ്ഞപ്പോൾ ഞാനിവിടെ നിന്ന് പത്തനംതിട്ട ആ ഭാഗത്തോട്ടാണ് പോയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്ഥലത്തിൻ്റെ പേര് കണ്ടു. ആ സ്ഥലത്തിൻ്റെ പേര് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നി. മലയാലപ്പുഴ, അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. മലയാളം. ഞാൻ ആലോചിച്ചു, മലയാള നാട്, മലയാലപ്പുഴ, അങ്ങനൊരു സ്ഥലമുണ്ടോ? അങ്ങനെ അതൊന്ന് കാണാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവിടെ ഒരു പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്, മലയാലപ്പുഴ ക്ഷേത്രം. അപ്പം ഞാനവിടെ റോട്ടിലിറങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ, അവിടെയുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ, വളരെ സ്നേഹത്തോടു കൂടി വന്ന് സംസാരിക്കുന്ന ആളുകൾ എവിടെ നിന്ന് വരുന്നു, അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വന്നതാണെന്നും ഇങ്ങനെ ഒരു പേര് കണ്ടപ്പോൾ വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, അവിടെ ഒരു ആനയുണ്ട് എന്ന് പറഞ്ഞു. അത് മദപ്പാടിൽ നിൽക്കുകയാണ്, അങ്ങോട്ടൊന്നും അടുത്തേക്കൊന്നും പോകണ്ട, അവിടെ നിന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അതിശയമായി. അങ്ങനെ ആ ആനയെ കാണാൻ ഞാൻ അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ എന്നെ കണ്ടപാടെ അത് തുമ്പിക്കൈ ഉയർത്തി വളരെ സ്നേഹത്തോടു കൂടി ഒരു ചിഹ്നം വിളി. എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നി. മദപ്പാടിൽ നിൽക്കുന്ന ആനയാണ്, അതിൻ്റെ അടുത്തേക്ക് ആരും പോകുന്നില്ല. പക്ഷേ ആ ആന എന്നോട് കാണിച്ച കരുണ, എല്ലാ വെള്ളിയാഴ്ചയും ഞാനിവിടുന്ന് ഉച്ച കഴിയുമ്പോൾ അവിടെ എത്തും, അവന് ഭക്ഷണം കൊടുക്കും. ആ മദപ്പാടിൽ നിൽക്കുന്ന ആനയ്ക്ക് ഭക്ഷണം കൊടുത്തു പലവട്ടം. എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്നെ തുമ്പിക്കൈയിൽ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ പാപ്പാൻ വന്നു കഴിഞ്ഞാൽ അവന് ഓലമടലെടുത്ത് എറിയും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അവർക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിവുണ്ട്. നമ്മുടെ മനസ്സ് അവരോട് കരുണയാണെങ്കിൽ അവർ നമ്മളോടും കരുണയുള്ളവരാണ്. ഈ അടുത്ത് വയനാട് നടന്ന ഒരു സംഭവത്തിൽ പറയുന്നത് കേട്ടു, ഓടി വന്നപ്പോൾ കാട്ടാനക്കൂട്ടത്തിൻ്റെ നടുക്ക് നിന്നു. അതെ, നമ്മളെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്, പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. അത് കാണുമ്പോൾ നമ്മൾ ഉപദ്രവിക്കാനുള്ള മനസ്സാണ് നമുക്കുണ്ടാകുന്നത്, അപ്പോൾ അവർക്കും ഉപദ്രവിക്കാനുള്ള മനസ്സുണ്ടാവും. നമ്മളിൽ കരുണയുണ്ടെങ്കിൽ അവർക്കും കരുണയുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ഉള്ളിൽ ജീവൻ എന്ന് പറയുന്ന സാധനം റബ്ബിൻ്റെയാണ്. ആ റബ്ബിനെ തിരിച്ചറിഞ്ഞവനിക്ക് ഏത് വസ്തുവിൻ്റെ മുമ്പിലേക്ക് സന്തോഷത്തോടു കൂടി ചെല്ലാൻ പറ്റും. തിരിച്ചറിയണം. അപ്പോൾ അവർ നമ്മളെയും തിരിച്ചറിയും. തിരിച്ചറിയാത്തവൻ ചെന്നാൽ രണ്ടുപേരും ശത്രുക്കളാവും, അപ്പോൾ ഏറ്റുമുട്ടേണ്ടി വരും. അപ്പം മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് സൂഫിസം എന്ന് പറയുന്നത്. കഥ കേൾക്കാനും മഹാന്മാരെക്കുറിച്ച് അവർ കഴിഞ്ഞുപോയ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ ഒരു മാജിക് കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനെ പോലെയാണ്. നമ്മൾ മാജിക് കാണാൻ പോയിരിക്കുമ്പോൾ അവർ പല അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു അതിശയമൊക്കെ തോന്നും. അപ്പം ഇവരുടെയൊക്കെ കറാമത്ത് കഥകൾ കേട്ട് ഇങ്ങനെ അതിശയം തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് കറാമത്തല്ല കാണേണ്ടത്, അത്ഭുതങ്ങൾ കേട്ടിട്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ നമ്മുടെ ജീവിതത്തിനെ അത്ഭുതമാക്കും. എങ്ങനെ? ആരോടും മോശമില്ലാതെ, ആരെയും മോശമായി കാണാതെ, എല്ലാവരോടും കരുണയുള്ളവരും. നമുക്ക് ദേഷ്യം ഉണ്ടാവും, കോപം ഉണ്ടാവും, ചിലരുടെ പ്രവൃത്തി കാണുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകും. ഇതിലും നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പൊരുത്തപ്പെടില്ല. അങ്ങനെ ശീലിക്കണം. ശീലിച്ച് നമ്മൾ കരുണയുള്ളൊരു മനസ്സ്
ഈ ലോകത്തുള്ള എല്ലാവരും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ലോകം തന്നെ സ്വർഗമായി പോയേനെ. പക്ഷെ അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം പലരും പറയുന്ന കേൾക്കുന്നുണ്ട്, സ്വർഗത്തിലെ ഹൂറുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന്. നമുക്കൊരു ഹൂറിയേ ഉള്ളൂ, അത് നമ്മുടെ റബ്ബിനോടുള്ള പ്രണയം മാത്രമാണ്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഒരു കുട്ടിയെ ചോറ് വാരി കൊടുക്കുമ്പോൾ ആ കുട്ടി കഴിക്കാതിരിക്കുമ്പോൾ സാധാരണ ആളുകൾ പറയാറുണ്ട്, കോക്കാച്ചി വരും കഴിക്കും. എനിക്കറിയില്ല കോക്കാച്ചി എന്താണെന്ന്, പറയുന്ന അവർക്കും അറിയില്ല കോക്കാച്ചി എന്താണ്. അവരും കേട്ടു വളർന്നതാണ് അങ്ങനെ. എന്തോ ഒരു ഭയപ്പാടിൽ ആ കുട്ടി കഴിക്കുകയും ചെയ്യും. അപ്പം എന്നതുപോലെ ഒരു സ്വർഗവും നരകവും വെച്ച് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ, നല്ലത് ചെയ്യാൻ ഒക്കെ പ്രേരിപ്പിച്ച അവസ്ഥകളുണ്ട്. അപ്പോൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ നമ്മൾ വളരെ കാരുണ്യത്തോടു കൂടി ഈ ലോകത്തുനിന്ന് മറയാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ കഴിയുക എന്ന് പറയുന്നത് വലിയ പാടാണ്, എങ്കിലും പരിശ്രമിക്കുകയാണ്. അപ്പം ഈ വിഷയം, സൂഫിസത്തെക്കുറിച്ചുള്ള വിഷയം ആധികാരികമായി പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. വളരെ മനോഹരമായിട്ട് പറയാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടും അതിൻ്റെ റൂട്ടും അതിൻ്റെ വഴികളും ഒക്കെ അറബിയൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ട് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ ഉണ്ട്. ഞാനതിൽപ്പെട്ട ഒരാളല്ല. എനിക്കെൻ്റെ അനുഭവങ്ങളേ ഉള്ളൂ. ചില വാക്കുകൾ പറയുമ്പോൾ മലയാളം പോലും നേരെ ചൊവ്വേ പറയാൻ തന്നെ അറിയില്ല. അപ്പം എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഒട്ടും അറിവില്ലാത്ത, അല്ലെങ്കിൽ ഒട്ടും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആളുകൾ നമ്മുടെ വാക്കുകൾ കേൾക്കുകയും അതിനെ കുറച്ചും കൂടി മനസ്സിലാക്കാനായി നല്ല നല്ല പണ്ഡിതന്മാരുടെ ഇൽമുകൾ കേൾക്കുകയും. ഇൽമു രണ്ട് തരത്തിലാണ്, ഒന്ന് ശരീഅത്തിൻ്റെ വഴി, ഒന്ന് ഹഖീഖത്തിൻ്റെ വഴി. രണ്ട് വഴിയാണ്. അപ്പോൾ ചിലർ പറയുന്ന കാണാം, ശരീഅത്തില്ലെങ്കിൽ ഈ പറയുന്ന ഹഖീഖത്തില്ല എന്ന്. അത് ശരിയാണ്. ഒരു മാവുണ്ടാകണമെങ്കിൽ മാങ്ങണ്ടി വേണം, മാങ്ങണ്ടി ഉണ്ടാകണമെങ്കിൽ മാവും വേണം. ഇതിലാദ്യം ഏതാ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം എന്ന് പറഞ്ഞ പോലെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാം.